എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് തിരുവല്ലയിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ യാത്രയൊക്കെ അതിഗംഭീരമായിട്ടുള്ള യാത്രയായിരുന്നു. ഇത് ഞാനപ്പോൾ സൈനക്കുഞ്ഞിനെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. സൈനെ ടാറ്റ വന്നേ. അയ്യോ വീട് ടാറ്റ ബൈ ബൈ. അപ്പം ഞങ്ങളിവിടെ അടുത്തൊരു മുണ്ടകപ്പാടെന്ന് പറയുന്നത്, അച്ഛൻ മുണ്ടകപ്പാടല്ലേ, മുണ്ടകപ്പാടെന്ന് പറയുന്നൊരു പാടവും അതിനും ഒരു നല്ല ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം തിരുവല്ലാമ്മയുണ്ട്, അമ്മയുണ്ട്, തിരുവല്ലാച്ചനും അതുപോലെ തന്നെ അച്ചാച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകും. അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാൾക്ക് ശേഷം ഞാൻ നമ്മുടെ കാറൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം അച്ഛൻ കാറെടുത്ത് ഞങ്ങൾ ചെറിയ യാത്രയിലേക്കാണ്. അപ്പം എല്ലാവരും ഉണ്ട്. സൈനപ്പണ്ണാണ് ഞങ്ങളുടെ മെയിൻ താരം. ഞങ്ങളുടെ റാസാത്തിയാണ് കേട്ടോ. ഞങ്ങളുടെ റാസാത്തി അല്ലേ, നമ്മുടെ റാസാത്തി അല്ലേ. ആ നമ്മളപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഏരിയ ഒക്കെ കരിമ്പും തോട്ടമായിരുന്നെന്നാണ് അച്ഛൻ പറയുന്നത്. ഇവിടെ എല്ലാം അങ്ങനെ എല്ലാം ഇടുക്ക് വഴികളാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെന്ന് എത്താൻ പറ്റുന്ന ചെറിയ ചെറിയ വഴികളും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു പാലം കണ്ടോ, ഇതൊക്കെ പഴയ പാലം. നേരത്തെ ഓണിപ്പാലം വെച്ചാ തടിപ്പാലമായിരുന്നേ, മുകളിലേക്ക് നടന്നു പോകുന്നത്. ഞങ്ങളിവിടെ നിന്ന് കുളിക്കായിരുന്നു. നല്ല വെള്ളമാണ്. ആൾക്കാർക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്, കൈപോടൊക്കെ ഉണ്ടായിരുന്നു. മടയിപ്പോച്ചോ മടയിച്ച വാച്ചൊന്നോ എത്ര ആളുണ്ടാ പഠിച്ചെന്നറിയാം. മുണ്ടകൻ, ഇവിടുന്ന് മുണ്ടകം തിരിയുന്നത് അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ മുണ്ടകം തിരിയാണ്. വേങ്ങൽ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ മുണ്ടകത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് മുണ്ടകപ്പാടം. ഭയങ്കര പ്രശസ്തി ആർജിച്ചൊരു സ്ഥലമാണ്. ആൾക്കാരൊക്കെ വന്ന് കാണാനൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. മുണ്ടകപ്പാടത്തെ പറ്റി പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര പ്രശസ്തി ആർജിച്ച സ്ഥലമാണ്. നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. ഇങ്ങനെ പാട വരുമ്പത്ത് ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന പാടവും. ഇപ്പം കൊയ്ത്തുണ്ടോ വെച്ചാൽ നടിയിൽ പോലും ആയിട്ടില്ല കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക കാഴ്ച കേട്ടോ. നമ്മളിതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്കിനും കാവാണ്. ആ കാണുന്ന കാവാണ് കേട്ടോ. കാവ് കാണുന്നില്ലല്ലോ, ഒരു കാവ് കാണുന്നില്ല. ആ കാണുന്നത് കാവാണ്. ആ കണ്ടോ അച്ഛാ, ഇവിടുന്ന് സ്ലോ ചെയ്തേച്ചാ കണ്ടോ. ഈ കാട് പിടിച്ച് നിൽക്കുന്നുണ്ടോ, ഇത് കാവാണ് കേട്ടോ. പഴയ കാവുകളൊക്കെ നിലനിർത്തുന്നത് കേട്ടോ. ഇങ്ങനെ ഇവരും ഈ പാടത്തിന് നടുക്കൊരു കാവ് നിലനിർത്തിയിട്ടുണ്ട്. ഇത് നല്ല വഴിയൊക്കെയാണ് കേട്ടോ. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള വഴിയാണ്. പച്ചപ്പിനിടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഇത് കായലായിരുന്നു. കായലായിരുന്നു, തോട് തന്നെ. സോ നമ്മൾ പാടത്തിൻ്റെ വരമ്പത്ത് കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാം സൈഡൊക്കെ കെട്ടി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഈ കാണുന്നതൊക്കെ പാടമാണ്. കൃഷി ഇറക്കുന്നതാണ് കേട്ടോ. ഇപ്പം മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് കൃഷി ഇറക്കേണ്ട സമയം കഴിഞ്ഞെന്നാണ് പറയുന്നത്. കൃഷി ഇറക്കുമ്പോൾ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നമുക്ക് അവിടെ ആൾക്കാർ പാടത്തിനകത്തോടെ നടക്കുന്നതുണ്ടോ. വെള്ളം പണിയാണോ, അരയേറ്റം വെള്ളത്തിൽ കൂടെ അവർ പണിയാട്ടോ. എനിക്കൊന്ന് എന്തോ പോള വെറുക്കുമെന്ന് വെച്ചാൽ മീൻപിടുത്തം കേട്ടോ ഗൈസ്. മീൻപിടുത്തം കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ്. ഇത് ഇവിടുന്ന് വാമനപുരത്തേക്ക് പോകുന്ന വഴി, പിന്നെ കഴുപ്പിൽ നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ കൃഷി സമയത്ത് ഇവിടെ ഫുള്ള് പച്ചപ്പും നല്ല മനോഹരം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ഇതുപോലെ വന്നപ്പോഴത്തേക്കിനും വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു. ഇപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കാശാലും ഇവിടെയൊക്കെ ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഇവിടെ എല്ലാം വെള്ളത്തിൽ ഇങ്ങനെ നിറഞ്ഞു കിടന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതെല്ലാം വാട്ടർ ഫൗണ്ടൻ, വെള്ളം ലീക്ക് ചെയ്യുന്നതിന് വാട്ടർ അതോറിറ്റി വക നമുക്ക് വാട്ടർ ഫൗണ്ടൻ കാണിച്ചു തന്നിരിക്കുന്നത്. സോ ഇവിടെ വരുന്നവരുടെ ഏറ്റവും ആകർഷണീയമായ കാഴ്ചയാണ് കേട്ടോ. ഇവിടുത്തെ കൃഷി ഇറക്കുന്ന രീതികളും പിന്നെ അതിനുവേണ്ടിയുള്ള മനോഹരം. ഇത് വരമ്പത്ത് വെച്ചിരിക്കുന്ന തെങ്ങുകളുണ്ടോ. പിന്നെ ഈ വരമ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബണ്ടല്ലേ, ബണ്ട് കെട്ടിയിരിക്കുന്നത് ഇതൊക്കെ കല്ലുകൊണ്ടൊക്കെ കെട്ടിയിരിക്കുന്നത് കേട്ടോ. മറ്റേ നേരത്തെ ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ നാട്ടിയിട്ട് പലക അടിച്ച് അതിനകത്ത് ചെളി നിറയ്ക്കുന്ന സംവിധാനങ്ങളൊക്കെ ആയിരുന്നു.
അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് ഇവിടെ ഇടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പൈസ ഉള്ളവർ കല്ലൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇല്ലാത്തവർ നോർമലി ചെയ്യുന്നത് ഈ കമ്പ് ഇങ്ങനെ അടിച്ച് 2 സൈഡിലും കമ്പ് അടിച്ചിട്ട് ആത്മഹത്യ വണ്ടി ഇതാ ഭാര്യ ഭർത്താവ് ആത്മഹത്യ വണ്ടി ഇതാ. ഇതെന്നാ ചെയ്യുക? അതിന് കെട്ടി ചെളി കിട്ടാൻ വേണ്ടി ഇതിനകത്ത് ഡംപ് ചെയ്യും. ചെളി മണ്ണ് ഏത് ഇത് പാടവാ വെള്ളം പരിക്കാൻ തുടങ്ങി ഗൈസ് നോക്ക് ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ നോക്ക്, ഇങ്ങനെ വരമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നതുണ്ടോ? ഈ അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ഈ കനാലിലേക്ക് ഒഴുകാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അത് ഇവിടെ ഈ ഭാഗത്തായിട്ട് പ്രധാനപ്പെട്ട കാഴ്ചകളുള്ളൊരു ഏരിയ കേട്ടോ. ഇതിങ്ങനെ ഇത് ഏക്കർ കണക്കിന് കിടക്കുന്ന പാടമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം കിടക്കുന്ന കണ്ട് വെള്ളം പറ്റിച്ചതിന് ശേഷമാണ് ഇവിടെ കൃഷി ഇറക്കാറ്. ഈ ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട്, മഴയൊക്കെ ആയതുകൊണ്ട് ഇതുവരെ വെള്ളം പറ്റിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ മുണ്ടകപ്പാടം എന്ന് പറയുന്ന ഏരിയ. പിന്നെ ഈ കാണുന്നത് ഇത് കനാലാണ് ഗൈസ്. ഇത് കനാലാണ്. അവിടെ തുറന്നിട്ടിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന വാട്ടർ ലെവലാണല്ലോ, വരുന്ന സാഹചര്യമുണ്ട്. സോ ഇനിയിപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കമ്പ് വെച്ച് കെട്ടിയിരിക്കുന്നത് പോലെ ഇങ്ങനെ കെട്ടി അടച്ചതിന് ശേഷം ചെളി അവിടുന്ന് ഇങ്ങനെ ചെളി അടിച്ച് ഫുള്ള് ഏരിയയും ഇങ്ങനെ കെട്ടി ഒതുക്കിയതിന് ശേഷം മോട്ടർ വെച്ചിട്ട് അവിടുന്ന് പാടത്തെ വെള്ളം ഫുള്ള് കനാലിലേക്ക് എത്തിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് വേറൊരു കാഴ്ച ഇവിടെ ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അത് കാണത്തില്ലെന്ന് അതല്ലേ മോട്ടർ വരാ അവിടെ ആയിട്ട് ഒരു മെഷീൻ അവിടെ ഉണ്ട്. ഇവിടുന്ന് ഈ പാടത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഈ കനാലിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച. അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ആ കാഴ്ച മിസ്സായിപ്പോയി ഗൈസ്, എന്നാ ചെയ്യാം കേട്ടോ. സോ ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച. കൃഷി സമയത്ത് ഇവിടെ ഫുള്ള് പച്ചപ്പായിട്ട് ഭയങ്കര നല്ല ഇതായിരിക്കും. ഇതുണ്ട് നോക്ക്, ഈ ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടെ എല്ലാം കെട്ടി നിർത്താൻ വേണ്ടിയുള്ള സംവിധാനമാണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം വെള്ളം ഇപ്പം അങ്ങോട്ട് നല്ല ഒഴുക്ക് നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഇതുണ്ടോ പെട്ടിയല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം മോട്ടറിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഇത് നോക്ക്, നല്ല വെള്ളം ഒഴുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകുന്നത് കൊണ്ട് ഇവിടെ ഉണ്ടല്ലോ അതിൻ്റെ സംവിധാനം. ഓക്കെ ഗൈസ്, ഇത് ഈ ചക്രം കറങ്ങുമ്പം വെള്ളം ഇതിങ്ങനെ നിറഞ്ഞ് ഇതിലേക്ക് അതിൻ്റെ പ്രവർത്തനം ഭയങ്കര രസമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ പ്രവർത്തനം നമ്മൾ കണ്ടായിരുന്നു. ഈ പ്രൊപ്പല്ലർ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ ചക്രം കറങ്ങുമ്പോൾ അതിനടിയിൽ പ്രൊപ്പല്ലറുണ്ട്. അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ കയറി ലോക്കായി ഇപ്പുറത്തോട്ട് പെട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് തള്ളും. ഈ വീതിക്ക് വെള്ളം പുറത്തേക്ക് തള്ളും. അപ്പം ഒരു കാരണവശാലും വെള്ളം അകത്തോട്ട് വരത്തില്ല. അകത്തുള്ള വെള്ളം, അതായത് പാടത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം എല്ലാം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി അങ്ങനെ ഇവിടെ നിന്ന് വെള്ളം അടുത്ത ഇത് കായലിലേക്കാണോ വെള്ളം പോകുന്നത്? ഈ തോട് വഴി ആറ്റിലേക്ക് ഇങ്ങനെ അങ്ങ് പോകും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നമുക്ക് രസമായിട്ടുള്ള ഏരിയ ആണിത്. കൃഷി കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ കൃഷിയിൽ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കേട്ടോ. ഇങ്ങനെ ഉണ്ടോ വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്, ചെറിയൊരു വെള്ളം. ഇത് പാടത്ത് വലിയ താഴ്ചയൊന്നും ഇല്ലെങ്കിലും മീൻ പിടിക്കാനായിട്ട് ഇപ്പോൾ ഇതിനകത്ത് മീനൊക്കെ കാണും കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം പറ്റിക്കുന്ന സമയത്ത് മീനും ഓട്ടോമാറ്റിക്കലി ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഈ കനാലിലേക്ക് തന്നെ വന്ന് ചാടാറുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പെട്ടി ഇതേ സംഭവം തന്നെ ആ സ്ഥലത്തുണ്ട് കേട്ടോ. ആ കാണുന്നതും ഇതേപോലെ തന്നെ ഒരു പെട്ടിയാണ്. അപ്പം അവിടെ ഇതുപോലെ തന്നെ വെള്ളം അടിച്ച് കനാലിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒഴുകി പുറത്തേക്ക് പോകും. സൈനപ്പന്നെ നമ്മളെവിടാ? നമ്മൾ മുണ്ടകപ്പാടെന്നാണോ? ഹായ് ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹലോ. നാനാ പറഞ്ഞേ. സോ ഇതാണ് മുണ്ടകപ്പാടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം താഴ്ചയുണ്ട് കേട്ടോ, ഇങ്ങനെ താഴ്ചയുണ്ട്. ഇതിനകത്തെല്ലാം മീനൊക്കെ കാണും കേട്ടോ.
വ്യത്യസ്തമായിട്ടുള്ള മീനുകളും കാര്യങ്ങളൊക്കെ കാണും. ഏക്കർ കണക്കിന് കിടക്കുന്ന പാടമാണ് കേട്ടോ, പാടശേഖരമാണ്. ചേച്ചി ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് വീഡിയോ കോളിൽ ചേച്ചിയാണ്. ഹായ് ചേച്ചി. പാടത്തെ വെള്ളം പറ്റിച്ച് ഇങ്ങോട്ടേക്ക് കാർ അവിടെ ആയിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അപ്പുറത്തൊരു മോട്ടോർ ഷെഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അങ്ങോട്ട് നമ്മൾ പെട്ടി എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഇത് ഇവിടുത്തെ ചെറിയ ഒരു നടപ്പാലമാണ് കേട്ടോ. നടപ്പാലത്തിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് വളരെ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഗൈസ്. നമുക്ക് എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒഴുക്ക് ഇങ്ങോട്ടാണ് കേട്ടോ, ഈ ഏരിയയിലോട്ടാണ് ഒഴുക്ക്. അവിടെ നിന്ന് ഓൾറെഡി നല്ല വെള്ളത്തിൻ്റെ തള്ളുണ്ട്. പാടത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് കനാലിലേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നല്ല ഒഴുക്കിങ്ങോട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ തന്നെ ബണ്ട് ചെറുതായിട്ട് ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഇട്ട് നികത്തി സെറ്റപ്പ് ആക്കിയിട്ട് ആണ്. ഇവിടെയൊക്കെ ഓൾറെഡി ചെറിയ ചെറിയ ബലക്ഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ കല്ലൊക്കെ കെട്ടി സ്ട്രോങ് ആക്കിയിട്ടാണ് ഇവർ നോർമലി ഈ വെള്ളം പിന്നെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് ചെളിയൊക്കെ കോരിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം കൃഷിയൊക്കെ എൻ്റെ ഫുട്ബോൾ ഇതിൻ്റെ അടിയിൽ താന്നിരിക്കുക. ഇതിനകത്ത് വലിയൊരു ഫാൻ കിടന്ന് ഇങ്ങനെ കറങ്ങും. മോട്ടോർ 10 ചെറിയ മോട്ടറില്ല, 20 മോട്ടറൊക്കെ ഇരിക്കുന്നത്. പെട്ടിയും പറയും അല്ലേ? പെട്ടിയും പറയുന്നത് പെട്ടിയും പറയും. വെള്ളം വലിച്ചെടുത്ത് ഇതുവഴി തള്ളും. സ്ട്രോങ് ആയിരിക്കും. ഒറ്റ 2 ആഴ്ച കൊണ്ട് പാടം മൊത്തം പറ്റിക്കും. രാവും പകലും അടിക്കും അല്ലേ? രാവും പകലും പോലും അടിക്കും. ഇതാണ് പെട്ടിയും പറയുന്ന പറയുന്ന സാധനം കേട്ടോ. പെട്ടിയും പറയും. ഇതിനകത്ത് വെച്ചാണ് മോട്ടർ ഇങ്ങനെ അടിക്കുന്നത്. നമ്മൾ അപ്പുറത്ത് കണ്ട അതേ സംവിധാനം തന്നെയാണ് ഇത് കേട്ടോ. വളരെ ശക്തിയായിട്ടുള്ള ഇതാണ്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് മോട്ടർ അടിക്കുമ്പം വെള്ളം ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെടുത്ത് ഇതിലേക്ക് പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കേട്ടോ. നമ്മുടെ കൃഷി നമ്മുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യമായതുകൊണ്ട് നോക്ക് ഗൈസ്, അതാരാണ് കിടക്കുന്നത്? യെസ്, നമ്മുടെ വാഹനം അവിടെ കിടക്കുകയാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മുണ്ടകപ്പാടത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കേട്ടോ. അപ്പം മഴ ചെറുതായിട്ട് വരാൻ തുടങ്ങി. ഞങ്ങളപ്പം വേണ്ട പോവാണ്. ഇവിടെ മുണ്ടകപ്പാടത്തോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത യാത്രയിലേക്ക് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പം എല്ലാവരും കാറിൽ കയറി ഞങ്ങളിങ്ങനെ പോവാണ്. സോ മുണ്ടകപ്പാടം എത്ര അതിനെപ്പൊന്നെ പതിക്കുമോ? നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞാനിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഞാൻ കണ്ടു. അത് നിങ്ങളെ കാണിക്കാതെ. ഈ കാണുന്നത് ഇതിൻ്റെ പേര് കരീബിയൻ താറാവ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ്, കരീബിയൻ താറാവ് കുഞ്ഞുങ്ങളാണ്. ഇത് ഒറിജിൻസ് ഫ്രം കരീബിയൻ. അവിടുത്തെ സീസൺ അനുസരിച്ച് അവിടുത്തെ പ്രതികൂലമാകുന്ന കാലാവസ്ഥ വരുമ്പോഴത്തേക്കിന് ഇവർ പറന്നിവിടെ എത്തും കേട്ടോ. ഈ രാജ്യത്ത് വരും. എന്നിട്ട് ഇതിപ്പോൾ കുഞ്ഞുങ്ങളാണ് ഇവിടെ പെരുകി ഇവിടെ നിന്ന് അതുങ്ങൾക്ക് മനസ്സിലാകും അവിടുത്തെ കാലാവസ്ഥ നല്ലതായി, ഇവർക്ക് അഡ്ജസ്റ്റബിളായ കാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് പറന്ന് തിരിച്ച് ആ രാജ്യത്തെത്തും കേട്ടോ. അങ്ങനത്തെ ഒരു പക്ഷിയാണിത്. ഇതിനെപ്പറ്റി ഇപ്പം പറഞ്ഞ കേട്ടറിവാണ്. ഞാൻ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ മനസ്സിലാകും. എന്തായാലും കരീബിയൻ താറാവ് എന്നതിനെപ്പറ്റി പറയാം കേട്ടോ. നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ചായക്കട. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിനി തിരിച്ച് പോകാം കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഈ തിരുവല്ല ഏരിയയിലൊക്കെ വരുന്നവർ ഇവിടെ വരിക, ഇവിടുത്തെ ഈ പാടത്തിൻ്റെ ഭംഗിയും ഒക്കെ കാണുക. കൃഷി സമയമൊക്കെ ഓൾറെഡി ഇപ്പോൾ കൃഷി സമയം കഴിഞ്ഞു. ഈ മഴ ഇങ്ങനെ പ്രതികൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കൃഷിയൊക്കെ ഇറക്കാൻ പറ്റാത്ത സാഹചര്യം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഏരിയയും കാഴ്ചയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ വൺസ് ഇൻ എ വൈൽ ഇതൊക്കെ വന്ന് കാണുക എന്നുള്ളത് നമ്മുടെ ലൈഫിലൊരു നല്ലൊരു മൊമെൻ്റ് ആയിട്ട് തീരട്ടെ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സയനക്കുഞ്ഞും
അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. സൈനക്കുഞ്ഞ് ഭയങ്കര ഹാപ്പിയിലാണ് അല്ലേ? ആ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങളപ്പം ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിവിടുന്ന് പതുക്കെ മുമ്പോട്ടിങ്ങനെ പോവാണ് ഗൈസ്.